അയ്യോ ഗുഡ് മോർണിംഗ്. കോഫി എവിടെ? ഉറക്കം എഴുന്നേറ്റപ്പോൾ 11:30 നമുക്കിനി ആനീനെ എഴുന്നേൽപ്പിക്കാം. ആനിക്കുട്ടേ എഴുന്നേക്ക് 12 മണി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടന്നുറങ്ങ്. ആനീനെ എഴുന്നേൽപ്പിച്ച് അവളെ എഴുന്നേക്കില്ല. നമുക്ക് ബ്രഷ് ചെയ്യാം. ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോർമോന്ന് എന്തൊക്കെയോ വരയ്ക്കാൻ. ഇല്ല എനിക്കില്ലേ മൺഡേ സബ്മിഷനാ. അപ്പൻ ഉറക്കിടന്നപ്പോ എന്തോ ഓർമ്മ. അപ്പൊ ഞാൻ എണീറ്റിരുന്ന് വരയ്ക്കണം. പല്ലുപോലും തേച്ചില്ല. കഴിക്കാലേക്ക് പറഞ്ഞാ ഇവ ഇങ്ങനെ വന്നിരുന്ന് എണീക്കൂല. ഇവ ഒരു 3 മണിയാകുമ്പോ എണീക്കും. നീ 1 മണി 2 മണി ചിലപ്പോ ബോധമില്ലാതെ കിടക്കും. അപ്പൊ രാവിലെ എണീറ്റ ഉടനെ ഞാൻ പല്ലുപോലും തേക്കാതെ ഡെയിലി ഞാൻ ചൂലെടുത്ത് തൂക്കും. നീ ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും? നീ രാവിലെ എണീറ്റ് തൂക്കും. ഞായറ് ഭംഗി പറയാ ശരി. ലീവുള്ള സമയമല്ലേ ഇന്ന് നീ എന്നും തൂക്കണമെന്ന് പറഞ്ഞാൽ തള്ളു ഒരുപാട് തള്ളു. മോള് പാത്രം കഴുകി തരും, തൂത്ത് തരും, പിന്നെ ഇത് രണ്ടും അതൊന്നും ചെയ്തു തരില്ല. കഴിച്ചാൽ മതി. വന്ന് ഉണ്ടാക്കി വെക്കുന്നത് കഴിക്കാൻ പോലും സമയമില്ലാത്തൊരു കുട്ടിയാണിത്. ഇവക്ക് ഹെൽത്ത് എന്നുള്ള സാധനമേ ഉള്ള ശരീരത്തില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി തൂക്കുന്നത്. ഇന്നലെ ജിമ്മിലുള്ള കോച്ചുള്ളത് പറഞ്ഞിട്ട് വീട്ടിൽ പോയതാണ്. ഞാൻ വീട്ടിൽ പോകുമ്പോളാ അത് ചുമ്മാ. അങ്ങനെ ലഞ്ച് ടൈം ആനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആനി ഈവനിങ് ആകുമ്പോൾ എന്ത് ലഞ്ച് കഴിക്കാം അല്ലേ? ലഞ്ച് നമുക്ക് ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. അതെ തന്നെ ചത്തു പോവും. ഞാൻ നോർമലി പുട്ട് കഴിക്കാറില്ല ഗൈസ്. ഇന്നെന്തോ പുട്ട് കഴിക്കുന്നു. സമയം എന്തായിരുന്നു? ഒന്നും ആയില്ല. 2 മണിയായോ? 2 മണിക്കാണ് രാവിലത്തത് കഴിക്കണം. അതല്ലേ 7 മണിക്ക് കഴിക്കാണ് സാധനം. ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ. ഉച്ചയ്ക്ക് എഴുന്നേക്കും, വൈകുന്നേരം വരെ ഇങ്ങനെ വെറുതെ ഇരിക്കും. അങ്ങനെ ഡേ പകുതി ഇങ്ങനെ പോകും. എന്നിട്ട് നമ്മൾ വൈകുന്നേരമാണ് മെയിനായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അനിയക്കകത്ത് എത്ര സമയമാണ് റെഡിയായി വന്നിരിക്കുന്നത്. അവളെ കണ്ടില്ല ഇതുവരെ. ഞാൻ കണ്ട കട്ട ഡെഡിക്കേഷൻ കണ്ട ഷൂട്ടിന് കറക്റ്റായിട്ട്. 20 മിനിറ്റ് മുന്നേ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നുമില്ല. നീ ഇതുവരെ റെഡി ആയില്ലേ? എത്ര സമയം വെയിറ്റ് ചെയ്യണം? കഴിയാറായി. ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. ഇനിയും ഉണ്ടോ? എത്ര ടൈം ആയാലും കുഴപ്പമില്ല. ഈ പ്രോഡക്റ്റ് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ കുറെ വർഷമായിട്ട് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇതാണ് ഹിമാലയ ടർമറിക് സിറം. ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട് റിമൂവ് ആവുകയും ചെയ്യും. നിനക്കറിയാലോ കുറെ മാസങ്ങളായിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. നീ ഇത് ഡെയിലി യൂസ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അതാണല്ലേ നീ ഗ്ലോ ആയിരിക്കുന്നത്. ഇതിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്കും ഇൻഫ്യൂസ്ഡ് വിത്ത് ഗ്ലൈക്കോളിക് ആസിഡും നിയാസിനമൈഡും ഉണ്ട്. ഇത് യൂസ് ചെയ്തതിനു ശേഷം മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിന്ന് പെർഫെക്റ്റ് ആയിട്ട് ലോക്ക് ആവും. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാത്രമല്ല ക്ലിയർ ചെയ്യണം, നമുക്ക് നല്ല ഗ്ലോയി സ്കിന്ന് തരുകയും ചെയ്യും. നീ പഞ്ച്വാലിറ്റി ഇല്ലെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതെന്നെ സംഭവം. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇ-കോം സൈറ്റിലൊക്കെ അവൈലബിൾ ആണോ? അതിലെല്ലാം അവൈലബിൾ ആണ്. ബ്രസീൽ vs അർജന്റീന. അർജന്റീനനായി. ബ്രസീൽ നെയ്മർ. ഞാൻ കാറിനകത്ത് മാത്രമേ അടിക്കുള്ളൂ. നിനക്ക് ഇത്ര അടിക്കാം. ഈ പച്ച ഇത്ര അടിക്കാം. പച്ച ഇത്ര അടിക്കാം. ഓക്കെ 2026 വേൾഡ് കപ്പ്.
നമുക്കൊരു ഡിഫറെന്റ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് ആ ബോൾ വെച്ച് കളിച്ചാലോ? Okay, ready? 1, 2, 3, start. ആനിക്ക് വേണം. 3 ആണേ. ഓക്കെ, ഇനി സ്കില്ലൊന്നുമില്ല. ഓക്കെ, സ്റ്റാർട്ട്. ഓടിപ്പിടി. ഓ, ബട്ടർ സ്കോൾ. കാർ തൊട്ടില്ല. അടി കൂടെ പോയാൽ തന്നെ കുളം തുറന്നു. ആ പോയിട്ട് ഞാൻ ബോൾ ടച്ച് ചെയ്തില്ല, പിന്നെ എന്തിനാ എടുക്കാൻ? ബട്ടർ സ്കോൾ എടുത്തോണ്ട് എനിക്ക് 4 തരുമോ ഗോള്? തട്ടിവിട്ടോണ്ട ഗോളായിരുന്നു, അതിന് പിന്നെ മാർക്ക് വേണം. ഓക്കെ എങ്ങനെ അടിച്ച അവിടെ കൊണ്ട ഗോളല്ലേ? ഇങ്ങനെ അടിച്ചുവിടാന്ന് എനിക്കറിയാം. ഓക്കെ 2-1. നീ ഒരെണ്ണം അടിച്ചാണ് ജയിച്ചു. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ഭയങ്കര വെയില്, കുറച്ച് സമയം എന്നിട്ട് കളിക്കാമേ. ഓക്കെ, ഇതും കൂടെ ഞാൻ ഇട്ടാ എനിക്ക് നീ എന്ത് തരും? അർജന്റീന ജയിച്ചാലേ എനിക്ക് എന്ത് തരും? ഇല്ല, ഗിഫ്റ്റ് എന്തെന്ന് പറഞ്ഞ തന്നെ കളിക്കണേ, അല്ലെ ഞാൻ ഇങ്ങനെ ജയിക്കും. ഇല്ല, ഗിഫ്റ്റ് എന്നിട്ട് ഉയല തന്നിട്ട് പറയാം അതിന് ഗിഫ്റ്റ് തന്നെ. എനിക്ക് അങ്ങനെ ആപ്പിൾ പെൻസിൽ വേണമെന്ന് പറഞ്ഞല്ല ഞാൻ മേടിച്ചു. ഒറിജിനൽ അതിന്റെ അടുത്താ വാങ്ങിച്ചില്ല, അവ കഷ്ടപ്പെട്ട് 2 എണ്ണം അടിക്കും. നീ ജയിച്ച നിനക്ക് ഐപാഡിന്റെ ചാർജ് കേബിൾ വാങ്ങിച്ചു. ഐപാഡ് നീ തൊട്ടുമില്ല. പ്ലീസ് നീ അങ്ങനെ നില്ല, ഞാൻ അടിക്കാം. പ്ലീസ് എന്റെ ഐപാഡ് ഇനി വേണമടാ. 2-2 ആരടിക്കുമോ അവർ ജയിക്കും. ബ്രസീൽ വേൾഡ് കപ്പിൽ ജയിക്കും 2026. അപ്പൊ എല്ലാരും അടിക്കട്ടെ. നെയ്മറിന്റെ ആ ഒരു ആഗ്രഹത്തിന് അത് റൊണാൾഡോനെ നമ്മൾ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. ജ്യൂസ് കുടിക്കാൻ പോയാലോ? ഓ, നമ്മള് അങ്ങനെ ടയേർഡായിട്ട് പ്രിൻസസിനെ കൊണ്ട് ജ്യൂസ് കുടിക്കാൻ പോകുന്നു. 5 മിനിറ്റ് കളിച്ചപ്പോഴേ ടയേർഡായി. സ്റ്റാമിന ഇല്ല. പോയി നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോകുന്നത്. ഏത് ജ്യൂസാണ് കുടിക്കാൻ പോകുന്നത്? സ്റ്റാമിന ഇല്ല. നമ്മൾ ഇന്റർലോക്കിൽ കളിച്ചോണ്ട് കാല് ഭയങ്കര വേദന. കാല് പൊള്ളത്തില്ല. ഉച്ചവെയിലത്തിന് ഇന്റർലോക്കിൽ കളിക്കുമ്പോൾ ആ ഒരു വേദനയാണ്. അത് 2 ദിവസം അതിന് കാലിലുണ്ടാവും. 2 ദിവസം പണിയെടുക്കാൻ പറ്റത്തില്ല. നമ്മള് ജ്യൂസ് കുടിച്ചിട്ട് പോയിട്ട് വാവേനെ എടുക്കാം. വാവ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുമായിരിക്കും. വാവേനെ പോയി എടുക്കാം. ഇതാണ് നമ്മുടെ ഇക്കയുടെ കട. നമ്മൾ എപ്പോൾ നാട്ടിൽ നിന്ന് എപ്പോൾ ഫുഡ് കഴിച്ചാലോ ജ്യൂസ് കുടിച്ചാലും നമ്മൾ ഇവിടെ വന്നാണ് ആദ്യം കുടിക്കുന്നത്. ഇപ്പം ഇക്ക ഇല്ല. ഒരു ഷാർജ ഉച്ചയ്ക്ക് വന്നെങ്കിൽ നല്ല ചൂട് പപ്സ് കിട്ടുമായിരുന്നു. അതിന് സമ്മതിച്ച ഐപാഡ് യൂസ് ചെയ്യാൻ. എന്നാലും പാടുന്ന അതിന്റെ കോൺഫിഡൻസ്. മമ്മൂട്ടി
ഈ ഗ്ലാസ്സിനും കൂടെ പൈസ കൊടുത്തേ കുഴപ്പമില്ല പൊട്ടിച്ചാൽ ആന ചേച്ചി കൊടുക്കാം ആനി വെക്കും ചാർജ് കുടിക്കുമ്പോഴുള്ള ഒരു സുഖം വേറെ ഒരു ജ്യൂസിന് വേറൊരു സ്പോട്ട് ഉണ്ട് അച്ചാർ സോഡ അങ്ങോട്ട് പോയില്ല അച്ചാർ സോഡ കുടിക്കാം ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ സോഡ കുടിക്കും ബോയ്സ് അച്ചാർ സോഡ കുടിച്ചു ഗൈസ് ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ സ്മിത്ത് വാവേനെ എടുക്കാൻ പോകുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ ജംഗ്ഷൻ നമ്മൾ വാവേനെ എടുക്കാം വാവയ്ക്ക് സർപ്രൈസ് കൊടുക്കണം ആൻ സർപ്രൈസ് എടുക്കണം ബാവയ്ക്ക് ഇത് കൊടുത്താൽ മതി അവ സർപ്രൈസ് ആവാം അവന്റെ ആ എക്സ്പ്രഷൻ ആണ് കിട്ടി വാവ ഇല്ലെങ്കിൽ ആനും സർപ്രൈസ് അവ ഈ വാവയ്ക്ക് തരും ഗൈസ് നമ്മൾ വീട്ടിൽ പോകുന്ന വഴിക്ക് വാവ ട്യൂഷനിൽ ഇരിക്കുന്നു അപ്പോൾ വിചാരിച്ച വാവേനെ കൂടെ എടുത്തിട്ട് പോവാന്ന് നിന്റെ പേരെന്ത് റിച്ചു നിന്റെ പേരെന്ത് നിങ്ങൾ സ്മിത്തിന്റെ ഫ്രണ്ട്സാ എന്താ സൈക്കിളിലൊക്കെ വന്നേക്കുന്ന ട്യൂഷന് ഉച്ചയ്ക്കാ വന്ന് ചവിട്ടി വാ നോട്ട് അങ്ങ് നോക്കരുത്തന്നെ ആ വീട്ടിൽ പോ ഞങ്ങളുടെ ഇല്ലേ അനിയൻ നമ്മളതിന്റെ ബാക്കിൽ നിന്ന് പോ വളർന്നു കോൺഫിഡൻസ് ആണ് ചെക്കൻ കോൺഫിഡൻസ് ആണ് ഞാൻ നോക്കാം അവൻ പണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ സൈക്കിൾ ഉരുട്ടിക്കൊണ്ടാണ് പോകുന്നത് ഇപ്പൊ ചവിട്ടിയിട്ടൊക്കെ പോകുന്നത് ഒരു ചെറിയ തേരി കയറ്റത്തിന് അവൻ വീട്ടിൽ പോയായി ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന മാവ് എങ്ങനെ ഓട്ടിക്കണത് ഒറ്റയ്ക്ക് ട്യൂഷന് പോയി വണ്ടിക്ക് ഒന്ന് കറക്റ്റ് മാറി കൊടുക്കാൻ അറിയാമോ വണ്ടിക്ക് ഒന്ന് കറക്റ്റ് മാറി കൊടുക്കാൻ അറിയാമോ ശരി ഞങ്ങൾ വീട്ടിൽ പോവാം സൈക്കിൾ എടുക്കാം ഇങ്ങനെ പോ ഞാൻ സർപ്രൈസ് ആയിട്ട് നീ വണ്ടി ഓട്ടിക്കുന്ന കണ്ടപ്പോ എന്റെ കയ്യിൽ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം വന്നു വേണ്ടേ വേണ്ടേ താവി ചെയ്താ ആ ഇത് നിനക്ക് പുതിയ വീട്ടിൽ വരുന്ന അവ സംസാരിക്കണ്ട എന്തിന് ഞാൻ വരാ ഇതൊന്നും എനിക്ക് വേണ്ട കിണ്ടർ നിനക്കൊരു കോമ്പറ്റീഷൻ ആണ് എന്താണ് പിള്ളേര് വളരണം ഗൈസ് പിള്ളേര് വളർന്ന് വലിയ വലിയ നിലകളിൽ എത്തണം അയ്യോ ഒന്നുമില്ല ഒന്ന് പൊക്കി പറഞ്ഞേ മിണ്ടാതെ നിന്നാ മതിയായിരുന്നു ഇത്തിരി പൊക്കി പറഞ്ഞപ്പോ കൊച്ചു വീണ് ഒന്നുമില്ല പുതിയ വീട്ടിൽ പോകാം മണ്ടന്മാർ ട്യൂഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വന്നിട്ട് നേരത്തെ തള്ളിയിടുന്നു നിന്ന് ചവിട്ടി പോകില്ലേട്ടാ ഇല്ലടാ അവ പെട്ടെന്ന് അത് തിരിഞ്ഞു നോക്കിയെന്ന് തോന്നുന്നു വീണ് പെട്ടത് മിണ്ടാതെ നിന്നാ മതിയായിരുന്നു കൊച്ചു ഇവിടെ വരെയെങ്കിലും എത്തുമായിരുന്നു വീട് എത്രയും തൊട്ട് മുന്നേ കണ്ട ആ ഒരു ആവേശത്തിൽ ഞങ്ങൾ പാവ എങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട് വരുന്നു ഇന്ന് 2 ദിവസമൊക്കെ 1-2 ദിവസമായി അതാണ് നമ്മൾ ഇന്നാ കാണുന്നത് സൂപ്പർ പൊളിച്ച് അടിക്കും പാവയ്ക്ക് ഒരു കയ്യടി ഞങ്ങൾ വിചാരിച്ച് വാവ പോകുന്ന വഴിക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വന്ന് വീഴുന്നത് ഞങ്ങള് വീഡിയോ റീപ്ലേ എടുത്ത് നോക്കിയപ്പോ വാവ പോണ വഴി തന്നെ വന്ന് വീഴുന്നത് ഇതൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് വണ്ടി ഓടിക്കാനേ അറിയത്തില്ല കണ്ട സൈക്കിളൊക്കെ എന്ന് വന്ന് കിൻഡർ ജോയ് കളിക്കാം അമ്മ നോക്ക് ഡ്രാഗൺ നമുക്ക് ഒട്ടിക്കാം അങ്ങനെ നമ്മൾ ശരിയാക്കി ഡ്രാഗൺ ബൂസ്റ്റർ ഡ്രാഗൺ ഇനി കുറച്ചേരം നമ്മള് വാവയുടെ ചെല്ലമാണ് ഇവിടെ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ വാവ നാണം വന്നു വാവ നമ്മള് വീഡിയോ ഒക്കെ എടുത്തല്ലേ വാവ വീണത് വാവിന് നാണം കെടുമോ എന്നുള്ള വാവയുടെ ആ ഒരു ഇതാണ് കഴിക്കാൻ വേണ്ടേ കഴിച്ചില്ലേ ഞാൻ കഴിക്കവേ വാവയുടെ കാർ കളക്ഷൻ കണ്ട വാവ ഇത് ഏതൊക്കെ സൈക്കിളിന്റെ സ്പെയർ പാർട്ടൊക്കെ കൂടി ഇതിനകത്ത് വെച്ചേക്കുന്നു ഇതേ കാർ
ഇതേത് കാറ്? ഇതേത് കാറ്? ഫെറാറി. പിന്നെ ഏതേത് കാറ്? ഇല്ല ബാബേ, 2 ലാംബോർഗിനി. പയ്യെ പോണേ, വീണാലും ബാബ സാരില്ല. വീടല്ലേ വീണ നമ്മളടുത്ത് വീണ സ്ഥലത്ത് നിന്ന് എണീറ്റ് പഠിക്കണം. നീ ആദ്യം സൈക്കിൾ ഇരുന്നിട്ട് ഇതൊക്കെ പറ. ബാബയ്ക്ക് ശക്തി ഉണ്ടെന്നാണ് ബാബ പറയുന്നത്. അന്ന് കേറിയതാണല്ലോ വണ്ടി കയറ്റുന്ന സാർ എവിടെ പോയിക്കണം നോക്കി. അന്ന് വീഴുന്നില്ല, ഇച്ചിരി മോട്ടിവേറ്റ് ചെയ്ത് വിടാം. വണ്ടി എടുക്ക. അപ്പുറത്ത് മാറി ബാബ, നമുക്ക് ബാക്കി ഇരിക്കാം. വേനിക്കാണ് വേനിക്കാണ് പോട്ടെ. ഒറ്റയ്ക്ക് പോയിട്ട് വണ്ടി വന്നെങ്കിൽ വണ്ടി നോക്കിയാണ് വന്നത് ബാബ. അമ്മ വണ്ടിയൊക്കെ വന്നപ്പോ മാറി കൊടുത്ത്, എന്നിട്ട് വീട് എത്ര തൊട്ട് പിന്നെ വന്നു വിടുന്നത് നിർമ്മലിന്റെ ഗേറ്റിൽ. വണ്ടിയല്ലേ വന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? മിനിസ്റ്റർ പിന്നെ വണ്ടി ഗേറ്റിൽ. പിന്നെ അല്ലാതെ ഞങ്ങളുടെ അമ്മ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. കാരണം റോഡിലൊക്കെ ചൂടായതുകൊണ്ട് ഇരുന്നിരുന്ന് മടുത്ത് അങ്ങനെ പുറത്തു വന്നിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം പോകുന്നത്. നമ്മൾ പുറത്ത് പോയാൽ മാത്രം തന്നെ ഇച്ചിരി ചില്ലാവും. വീട്ടിൽ ഇരുന്ന് ഇതുപോലെയൊക്കെ തന്നെ ഏകദേശം എല്ലാ വീട്ടിൽ ഉള്ളതിലൊക്കെ തന്നെ. ഇപ്പൊ ഈവനിങ് ആയി, എനിക്ക് കുറെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് വർക്ക് ചെയ്യാമെന്ന്. കാരണം ഞാൻ ഇപ്പൊ കുറെ സമയം ഇരുന്നാലേ എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കുറച്ചെങ്കിലും തീരത്തുള്ളൂ. നാളെ ഇനി ഇരുന്നാലേ എനിക്ക് തീരും. അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് വർക്ക് ചെയ്യാം. എങ്ങനെ ഗൈസ്, എനിക്ക് ആനിനെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നും പറ്റാത്തോണ്ട് പിന്നെ ആനി പറഞ്ഞ് ആനി ഒറ്റയ്ക്ക് ചെയ്യാന്നില്ലേ ആനി. അതുകൊണ്ട് ആനി മോളെ ഒന്ന് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യും. ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങട്ടെ. എന്നൊക്കെ രാത്രിയുള്ള വിശ്വസിക്കുക. ഞാൻ എന്റെ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു കേട്ടാ. ഇത് നീ കഴിയാനുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഇച്ചിരി സമയം ചാച്ചട്ടെ, അല്ലെങ്കിൽ ഗെയിം കളിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ആനിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ബാക്കി കാണാം ഗൈസ്. കുറച്ച് ഉറക്കം വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഉറക്കം എഴുന്നേറ്റ്, എന്നാലും നല്ല ഉറക്കം വരുന്നു. ബൈ 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 ബൈ. ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ സമയം പോയതറിഞ്ഞില്ല. എത്ര മണിയായി? 10 മണിയാ. 10 മണിയായപ്പോ എനിക്ക് വിശക്കാതെ അമ്മ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഫുഡ് കഴിക്കാൻ മറക്കും. എന്നുവെച്ചാൽ വിശക്കത്തില്ല. അതാണ് മെയിൻ റീസൺ. അത് തന്നെ, വിശക്കാറില്ല. കുറച്ചതാ വയറും വായില്ലാത്തൊരു കൊച്ചു. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, എനിക്ക് ഇത്തിരി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കഴിച്ചാൽ പോരെ. ഞാൻ എഴുന്നേറ്റ് പോയി അവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലോട്ട് തിരിച്ചു വരാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് അമ്മ വാരി തരുന്നത്, അല്ലേ അമ്മ? അങ്ങനെയായിരുന്നു. ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഓക്കെ കുറച്ച് സമയം ഫുഡ് കഴിച്ചിട്ട് വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയ പോക്ക് പോവും, തിരിച്ചു വരൂല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് ചെയ്യുന്നത്. അഭിന് ഫുഡ് കഴിച്ചു. അവൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നു എന്ന്. ഡെയിലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഗൈസ്. എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും, ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. എനിക്കിന്ന് രാവിലെ കൂട്ടുന്ന ജോലിയാണ് ഗൈസ്. ഞാനാണ് ഇത് പഠിക്കുന്നെങ്കിലും ഏറ്റവും കഷ്ടം ഞങ്ങളുടെ അമ്മയ്ക്കാണ്. എന്താണെന്ന് പറ, നീ പറ. ഞാൻ രാവിലെ ചില സമയത്ത് നേരത്തെ എഴുന്നേക്കും. പക്ഷെ അലാറം വെച്ച് 4 മണിക്ക് 5 മണിക്ക് എഴുന്നേക്കും. ഞാൻ നേരത്തെ എഴുന്നേക്കുന്നതുകൊണ്ട് അമ്മ 6 മണിക്ക് എഴുന്നേക്കും, ചായ ഇട്ട് തരും. അവിടെ ഇരുന്ന് കുടിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് എത്ര മണിക്ക് കോളേജിൽ പോകും? 7:30 കോളേജിൽ പോകുമ്പോൾ ഫുഡ് കെട്ടിത്തരും. അപ്പം ഞാൻ റെഡി ആവാൻ 1/2 മണിക്കൂറിൽ റെഡിയാവേ. അപ്പം അമ്മ ഫുഡ് വാരിത്തരും. അങ്ങനെ ശീലിച്ചാണ് ഞാൻ ഇങ്ങനെ ആരോഗ്യമായിട്ടിരിക്കുന്നത്. ഇല്ല, അമ്മ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ?